സ്വാതന്ത്ര്യദിന സന്ധ്യയിൽ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം വർണ്ണവിസ്മയമായി. പുതുതായി സ്ഥാപിച്ച അത്യാധുനിക LED ഫ്ലഡ് ലൈറ്റുകൾക്ക് തിരിതെളിഞ്ഞപ്പോൾ സ്റ്റേഡിയവും പരിസരവും അക്ഷരാർത്ഥത്തിൽ പ്രകാശപൂരത്തിൽ മുങ്ങി. ലേസർ ഷോയുടെയും സംഗീതത്തിന്റെയും അകമ്പടിയോടെ നടന്ന ഉദ്ഘാടന ചടങ്ങ് തലസ്ഥാനത്തിന് മറക്കാനാവാത്ത ദൃശ്യാനുഭവമായി മാറി. കടകംപള്ളി സുരേന്ദ്രൻ MLA ആണ് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചത്. അത്യാധുനിക സൗകര്യങ്ങൾ ഉറപ്പാക്കിയതോടെ സ്റ്റേഡിയം അന്താരാഷ്ട്ര ശ്രദ്ധ നേടുന്ന നിലയിലേക്ക് ഉയർന്നുവെന്ന് MLA പറഞ്ഞു. ഇതോടെ 4 കൂറ്റൻ ടവറുകളിൽ നിന്ന് 392 LED ലൈറ്റുകൾ ഒരുമിച്ച് കത്തിയപ്പോൾ രാത്രിയെ പകലാക്കുന്ന വെള്ളി വെളിച്ചം സ്റ്റേഡിയത്തിൽ നിറഞ്ഞു. തൊട്ടു പിന്നാലെയാണ് ഏവരെയും ആകാംക്ഷയുടെ മുൾമുനർ നിർത്തിയ ലേസർ ഷോ അരങ്ങേറിയത്. സംഗീതത്തിന്റെ താളത്തിനൊത്ത് വർണ്ണങ്ങൾ വാരി വിതറിയ ലൈറ്റുകളും ആകാശത്ത് വർണ്ണചിത്രങ്ങൾ വരച്ച ലേസർ രശ്മികളുടെ കാണികൾക്ക് പുത്തൻ അനുഭവമായി. പുതിയ DMX കൺട്രോൾ സിസ്റ്റത്തിന്റെ സാധ്യതകൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തിയ പ്രകടനമാണ് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നടന്നത്. പ്രകാശ തീവ്രത നിയന്ത്രിച്ചും സ്ട്രോബ് പോലെയുള്ള സ്പെഷ്യൽ ഇഫക്റ്റുകൾ നൽകിയും സംഗീതത്തിനനുസരിച്ച് ലൈറ്റുകളെ ചലിപ്പിച്ചും സംഘാടകർ കാണികളെ അമ്പരപ്പിച്ചു. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഇത്തരം സംവിധാനത്തോടെ രാജ്യത്തെ മികച്ച സ്റ്റേഡിയങ്ങളുടെ നിരയിലേക്ക് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം നിലയുറച്ചു. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ 18 കോടി രൂപ ചിലവഴിച്ചാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. പുതിയ സംവിധാനങ്ങൾ കളിക്കാർക്കും കാണികൾക്കും മികച്ച ദൃശ്യാനുഭവം നൽകുന്നതോടൊപ്പം HD ബ്രോഡ്കാസ്റ്റിംഗ് നിലവാരത്തിലേക്ക് സ്റ്റേഡിയത്തെ ഉയർത്തുമെന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് JS ജോർജ്, സെക്രട്ടറി വിനോദ് എസ് കുമാർ, KCL ഗവേണിംഗ് കൗൺസിൽ ചെയർമാൻ നാസർ മച്ചാൻ, KCA CEO മിനു ചിദംബരം, KCL ഡയറക്ടർ രാജേഷ് തമ്പി, മുൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീജിത്ത് V നായർ, KCAയുടെ മറ്റു ഭാരവാഹികൾ, ടീം ഉടമകൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു.